വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരു ഇവിടെ വന്ന ഇവരുടെയൊക്കെ അനുഗ്രഹം, ഇവരുടെ ഇടയിൽ ഈസ്റ്റർ ദിവസം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പം ചിലപ്പോഴൊക്കെ കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുമായിരിക്കും. യാത്ര ചെയ്യുമ്പോഴെല്ലാം കഴിയുന്നതും നമ്മൾ ചുറ്റുമുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. ഇതെല്ലാം സാധാരണ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിലെപ്പോഴും 4 പേരായിരുന്നു. പിന്നെ ഒരുപാട് ജനങ്ങൾ കാണാൻ വരും. നമ്മൾ ചുറ്റുമുള്ളിടത്തെല്ലാം പോകുമായിരുന്നു. മറ്റൻ്റെയൊക്കെ ഉള്ളൂരിലെ അവിടുത്തെ സെന്ററും ഞാൻ താമസിച്ച വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ട്രിവാൻഡ്രത്ത്. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പോകാറുണ്ട്, ജനങ്ങളെ കാണാറുണ്ട്. ഞാൻ 17 വർഷമായിട്ട് കേരളത്തിന് പുറത്താണ്. 7 കൊല്ലം അമേരിക്കയിലായിരുന്നു, 10 വർഷമായിട്ട് ഡൽഹിയിലാണ്. എനിക്ക് ആഘോഷങ്ങൾ, ഞാനങ്ങനെ ഒരു ആഘോഷങ്ങളുടെ ആളല്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എല്ലാ ദിവസവും കഴിയുന്നത്ര നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ളവർക്ക് ചെയ്യുക. പക്ഷേ ഞാൻ വലിയൊരു ആഘോഷങ്ങളുടെ വ്യക്തിയല്ല. ഇതിപ്പം പൊതുവെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാനത് ആദ്യത്തെ ദിവസം വന്നപ്പോൾ തൊട്ട് പറയുന്ന 1-2 കാര്യങ്ങളാണ്. അതായത് ഈ മണ്ഡലത്തിൽ, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസി സമൂഹമുള്ളൊരു മണ്ഡലമാണ്. അത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം പ്രവാസികൾ ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ്. പക്ഷെ ഈ മണ്ഡലത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഇന്ന് ചെറുകിടയോ വലുതോ ആയിട്ടുള്ള ഒരു വ്യവസായമില്ല, ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേനും യുവജനങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ അവസരങ്ങളില്ലാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളില്ല. ഇന്ന് പ്രായമായവർ മാത്രമേ ഉള്ളൂ, അവരെ നോക്കാനാരുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ ഇവിടെ യുവജനങ്ങൾക്ക് അവസരങ്ങൾ വേണം, തൊഴിലവസരങ്ങൾ വേണം. അവർക്കും താല്പര്യമുള്ളവർക്ക്, എല്ലാവരും ഇവിടെ നിൽക്കണമെന്നൊന്നും പറയില്ല, താല്പര്യമുള്ളവർക്ക് ഇവിടെ നിൽക്കാനുള്ള അവസരങ്ങൾ വേണം. 2, ഇവിടെ ഇപ്പം വയോധികരായ ഒരുപാട് പേരുണ്ട്. അവർക്കും നല്ല ആരോഗ്യ സൗകര്യങ്ങളുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇപ്പം ജെറിയാട്രിക് കെയർ ഫെസിലിറ്റി, അതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതും അവരിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായിരുന്നു. ആ സമയത്ത് നമ്മുടെ ദേശീയ അധ്യക്ഷൻ നഡ്ഡാജിയായിരുന്നു അന്ന് മാനിഫെസ്റ്റോ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായൊരു പദ്ധതി ആ സ്റ്റേറ്റിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഇവിടെയും പത്തനംതിട്ടയായാലും കേരളത്തിലായാലും പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ കാര്യങ്ങൾ, ഒന്ന് യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം വയോധികരായിട്ടുള്ളവർക്ക് നല്ല ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റി, കെയർ ഫെസിലിറ്റി, ഇത് രണ്ടും ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇവിടെ നടപ്പാക്കാൻ ഞാൻ പരിശ്രമിക്കും. സന്തോഷകരമായിട്ട് ഇവരുടെ എല്ലാം ഇടയിൽ വളരെ സന്തോഷകരമായ രീതിയിൽ ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടെ ഈസ്റ്റർ ആഘോഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ഥാപനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പൺ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള ഒരു വൃദ്ധസദനമാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട അനിൽ ആന്റണി ഇവിടെ സന്ദർശിക്കുകയും ഞങ്ങളുടെ അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയൊക്കെ കാണുകയും അവരോടൊപ്പം ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുകയും ഈസ്റ്റർ ദിനത്തിൽ സന്തോഷം പങ്കിടുകയും ചെയ്തതിൽ ഈ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനെന്ന നിലയിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോട് പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ചെറുതും വലുതുമായ പല ആവശ്യങ്ങളും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹം കേട്ടു. അതൊക്കെ ഭാവിയിൽ അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പലപ്പോഴും
എല്ലാ പാർട്ടിക്കാരും ഇവിടെ സന്ദർശിക്കാറുണ്ട്. LDFും UDFും BJPയും എല്ലാ പാർട്ടിക്കാരും ഇവിടെ സന്ദർശിക്കാറുണ്ട്. എല്ലാ പാർട്ടിക്കാരുടെയും സഹായവും സഹകരണം ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട്. DYFIക്കാരാണ് ഉച്ചയ്ക്ക് പൊതി ഇവിടെ മിക്കവാറും കൊണ്ട് തരാറുണ്ട്. UDFിൻ്റെ ആണെങ്കിൽ KM മാണി സാറിൻ്റെയും മറ്റുമൊക്കെ ഓർമ്മ ദിനം TM ജഗൻ സാറ് KM മാണി സാറിൻ്റെയൊക്കെ ഓർമ്മ ദിനം ഇവിടെ നടത്താറുണ്ട്. എല്ലാ പാർട്ടിക്കാരുടെയും സഹായവും സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാപനത്തിന് യാതൊരു വിദേശ സഹായവും ഞങ്ങൾ വാങ്ങാറില്ല. തീർച്ചയായിട്ടും ഇവിടെ ആദ്യമായിട്ട് വരുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സന്ദർശിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഞാൻ പറയാറില്ല. കാരണം എല്ലാവരും ഇങ്ങനെ വരികയും ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അതുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരു റംപാച്ചനാണ്. എനിക്ക് അതികവിഞ്ഞൊന്നും പറയാൻ ഒക്കുകയില്ല. കാരണം ഞാൻ നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന സന്യാസിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അത് കഴിയുമ്പോൾ 2 മണിക്കൂർ ഇരുന്ന് ആ ഷീറ്റ്